വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം, 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി. മാത്രമല്ല, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ 1-2 ആൻസർ കാണും, 2 അതിൽ കൂടുതൽ ആൻസർ കാണും. എൻ്റെ കയ്യിലുള്ള ആൻസർ തന്നെ എനിക്ക് കിട്ടണം, എങ്കിലും ഞാൻ അത് പോയിൻ്റായിട്ട് കണക്കാക്കൂ. മനസ്സിലായോ? ആരാ ഇത്? ഹലോ ഹലോ തിരുമേനി. ഭരതൻകോട് ഭരതനാണ് സംസാരിക്കുന്നത്. പറയൂ, ആരാണ്? അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ജോത്സ്യനെ വിളിച്ചതാ. ബാലേക്കാരൻ്റെ വീടായിരുന്നല്ലേ? അയ്യോ, ജോത്സ്യനാണ്, പ്രശസ്തനായ ജോത്സ്യൻ ഭരതൻകോട് ഭരതനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം ബേസ് അല്ല, ഇൻഡിവിജ്വലായിട്ട്. ഓക്കെ, അപ്പോൾ റെഡിയാണോ നിങ്ങൾ? റെഡിയാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല, റെഡിയാണെന്നൊന്ന് ഉറക്കെ പറയോ. റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഉറക്കത്തിലും ഒരു തവണ വരുന്നു, ഉണർന്നാലും ഒരു തവണ വരുന്നു, എന്താണ്? കോട്ടുവ അല്ല, കുസൃതി ചോദ്യമമാണ്. ഉറക്കത്തിലും ഉണർന്നാലും ഒരു തവണ വരുന്നത് എന്താണ്? സ്വപ്നമല്ല, ഉറക്കം തന്നെയായിരിക്കും. അല്ല, ഉറക്കത്തിലും ഒരു തവണ വരുന്നു, ഉണർന്നാലും ഒരു തവണ വരുന്നു, എന്താണ്? എന്താണ്? ക്ലൂ തന്നാ ഇപ്പോൾ ആൻസർ പറയും, പറയത്തില്ല. ഉറക്കത്തിലും ഒരു തവണ വരുന്നു, ഉണർന്ന എന്താ? കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? അഭിഷേകാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. എവിടെയായിരുന്നു സ്ഥലം? തിരുമേനി, ഞങ്ങൾ കുന്നിക്കോടാണല്ലേ? അതെ 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 അതെ. അപ്പൊ അടുത്ത ബുധനാഴ്ച 8:30 തൊട്ട് 9:30 വരെ തിരുവനന്തപുരത്താണ് മഴ പെയ്യുന്നത്. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരു 2:30 തൊട്ട് അവിടെ പെയ്യിപ്പിക്കാം. ട്രാവലിംഗ് എക്സ്പെൻസ് തന്നാൽ മതി. ഞാൻ ബാലെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, മഴ പെയ്യുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു പോയിക്കുക കേട്ടോ. അഭിഷേക് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കെൽട്രോണിൽ ഒരു 1 ഇയർ ഡിപ്ലോമ ചെയ്യുന്നു. എവിടെ സ്ഥലം? നെടുമങ്ങാട്. അപ്പോൾ അഭിഷേകിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും, ആദ്യമായിട്ട് ആൻസർ പറഞ്ഞതല്ലേ. ഉണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പാറ ഉണ്ട്, ഏതാണ് ആ പാറ? ഇത്ര നേരം ഇല്ലായിരുന്നു ബുദ്ധി, പ്രോഗ്രാം ചെയ്ത സമയത്ത് ബുദ്ധി കൂടി എന്നാണ് പറയുന്നത്. എന്താ പേര്? ശ്രാവണാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ശ്രാവൺ എന്ത് ചെയ്യുന്നു? ഡിപ്ലോമ കോഴ്സ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നതാ, കറങ്ങാൻ ഇറങ്ങിയതാണല്ലേ? വീട്ടിലൊക്കെ അറിയിച്ചായിരുന്നു? കണ്ടു പറഞ്ഞ മുഖം. ഞാൻ കണ്ടത്തിലായിരുന്നു. ചെറുമീനാണോ? അതല്ല പറഞ്ഞേ, പിന്നെ കണ്ടത്തിൽ നിന്നുള്ളത് ഞങ്ങളുടെ വീട്ടുപേരാ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ അറിയാം എനിക്ക്, സദാശിവൻ. പാചകത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ അല്ലല്ലോ താമസം? ഞങ്ങൾ അവിടുന്ന് താമസം മാറി. ഇപ്പൊ എവിടെയാണ്? ഞങ്ങള് നമ്മുടെ LP സ്കൂളിന് മണ്ടക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ LP സ്കൂളിന്റെ മേളിൽ താമസിക്കാൻ എന്താ പ്രാവാണ്? അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ LP സ്കൂളിന്റെ മേൽവശത്ത് അമ്മയ്ക്ക് ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ വന്നതിന്റെ കാര്യം പറഞ്ഞില്ല. കാര്യമില്ല. എല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണോ വരുന്നത്? ചിറയൻകീഴ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ബോയ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ആൻസർ പറയും. ഏറ്റവും അവസാനം എത്തുന്നയാൾ ജയിക്കുന്ന കളി ഏതാണ്? ഇവിടെ പറഞ്ഞു. എന്താ പേര്? ഗൗരീഷും ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു, അഭിഷേക് 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. എനിക്ക് 30 വയസ്സായപ്പോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാത്രി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറക്കമില്ല തിരുമേനി. എനിക്ക് ഞാൻ ഈ പ്രൈവറ്റ് ബസ് കിളിയായിട്ട് പോവാം, ഉറക്കം വരുന്നില്ല. അതാ കൂട്ടുകാരെല്ലാം ഉറങ്ങുമ്പോഴും എനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കല്ല് തരാം, തന്നു വിടാം. അത് എന്നിട്ട്
വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ തലങ്ങണയ്ക്ക് അടി വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാനാണോ? അല്ലല്ല, ആദ്യം ആ കല്ല് വെച്ച് തന്റെ മൊബൈൽ തല്ലി പൊട്ടിക്കുക. അപ്പൊ ഉറക്കം കിട്ടിക്കോളും. ഉറപ്പിക്കാൻ പറ്റത്തില്ല. ആരാണെന്ന് ആർക്കറിയാം? 3 ക്വസ്റ്റ്യനായി. 3 ക്വസ്റ്റ്യനായി. 10 ക്വസ്റ്റ്യൻ. 7 ഉണ്ട്. പാട്ട് പാടോ? പാട്ട് പാടൂല. പാടത്തില്ല. പാട്ട് പാടുന്ന ആരുമില്ല. കുഴപ്പമില്ല, ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർബന്ധിക്കാം. അപ്പോഴത്തേക്ക് പാടും. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടിക്കളിക്കും. അപ്പോൾ ഗൗരീഷ് വീണ്ടും 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഇപ്പോൾ ഗൗരീഷും അഭിഷേകും തമ്മിലുള്ള ഇൻചോടിഞ്ച് പോരാട്ടം. എന്തായിരുന്നു? ചുമ്മാ വെറുതെ നിൽക്കുക. ഫില്ല് ചെയ്യാൻ വേണ്ടി കംപ്ലൈന്റ്. ഓ അത് ശരി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടിയായിരുന്നു തിരുമേനി. അപ്പം അത് ഓരോ കെടുക്കളായിട്ടാണ് നമുക്ക് വീട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഓരോ പൈസകൾ വെച്ച് ഞങ്ങൾ വലിയൊരു വീട് ഉണ്ടാക്കി. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്കൊരു 2 ലക്ഷം രൂപ കിട്ടി. അത് വേറെ ആരുടെ അക്കൗണ്ടിലേക്കല്ല, എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നത്. അത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്തിരുന്നാലും ശരി, അച്ഛനും അമ്മയ്ക്ക് മേലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെ അറിയിച്ചില്ല ഞാൻ. അപ്പൊ ഞങ്ങൾ വീട് കെട്ടി വന്നതിന് ശേഷം ഈ വീടിന്റെ ഒരു സൈഡ് നല്ല ഒരു കുഴിയുടെ ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ സൈഡ് മുഴുവനും മണ്ണടിച്ച് പൊക്കി കല്ലിന് കെട്ടി. അതെ അതെ. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല തിരുമേനി, ഇപ്പൊ ഒരു 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ വീടിന്റെ കന്നിമൂലയിൽ നിന്നും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, എന്തൊരു സന്തോഷം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം. വെച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലിയുണ്ട്. ഏതാണോ ജോലി? വെച്ചടി കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി. ടവറിലെ ജോലി. മല കയറുന്നില്ല. ഇതൊരു കയറ്റം തന്നെയാണ്. എന്ത് കയറ്റം പറയൂ? വെച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലി. എന്ത് കയറ്റം? കയറ്റം. ക്ലൂ വന്നാൽ പറയും. ഇപ്പൊ തന്നെ ആൻസർ പറയും. ക്ലൂ തരാൻ പറ്റത്തില്ല. കയറ്റം ജോലിയാണല്ലേ? ജോലി ഗവൺമെന്റ് ജോലിയൊന്നുമല്ല. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു ജോലി. ശങ്കർ വീണ്ടും അല്ല. അപ്പോൾ ടൈം ഔട്ടായി. തെങ്ങ് കയറ്റം. വീട് പണിതിന് എത്ര രൂപയായി സാറേ? അത് നമുക്ക് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടു ഒരുപാട് നടന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. 6 ലക്ഷം രൂപ കിട്ടി. പഞ്ചായത്തിൽ നിന്നല്ലേ? അതെ. ഇങ്ങോട്ട് വിടണ്ട കേട്ടോ, എനിക്കും അത് കിട്ടിയതാ. അതെ അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേറൊരു 2 ലക്ഷം രൂപ എൻ്റെ അച്ഛന്റെ ചേട്ടന്റെ മുൻ ഗൾഫിലാണ്. അപ്പൊ അവന് 2 ലക്ഷം രൂപ അമ്മയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുത്ത വഴിക്ക് അതിനകത്ത് നിന്ന് പൈസ അമ്മയുടെ അക്കൗണ്ടിലോട്ടും അല്ല പോയത്. എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ കൊണ്ട് ഞങ്ങൾ വീടിന്റെ സൈഡ് ഒന്ന് കെട്ടിയായിരുന്നു. കല്ല് വെച്ച് കെട്ടി പൊക്കി. എന്താണെന്ന് അറിയത്തില്ല, 2 ആഴ്ച കൊണ്ട് ഈ സൈഡെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രീതിയിലല്ലേ സ്കെച്ചും പ്ലാനും ഒക്കെ ചെയ്തത്? നല്ല രീതിയിൽ തന്നെ ചെയ്തത്. എന്തൊക്കെയായിരുന്നു? നമ്മുടെ വെട്ടുകല്ലിനായിരുന്നു നമ്മൾ ചെയ്തത്. കരികല്ല് ഇറക്കണ്ടായിരുന്നു ഒരു പ്ലാൻ വന്നു. വെട്ടുകല്ലാകുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. അതാണ്. അപ്പൊ അതുപോലെ സ്ട്രോങ് ആയിരിക്കും. വെട്ടുകല്ലുണ്ടായിരുന്നു, എംസാൻഡ് ഇറക്കി. പിന്നെ നമ്മൾ മണൽ ആവശ്യത്തിന് മണലുണ്ടായിരുന്നു, കമ്പി ഉണ്ടായിരുന്നു, എന്ന് വേണ്ട സകല സാധനങ്ങളും നമ്മളവിടെ ഇറക്കിയായിരുന്നു. നമ്മൾ ഇറക്കിയായിരുന്നു. ഇരുത്തുക. എനിക്ക് തോന്നുന്ന ദോഷമില്ലായിരിക്കും. എത്ര കിടു കിട്ടി? വെച്ചടി കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ജോലിക്ക്. കുസൃത ചോദ്യമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. സൂര്യന്റെ ജന്മദിനം എന്നാണ്? സൺഡേ. കറക്റ്റ് ആൻസർ. അപ്പോൾ ഗൗരീഷ് 3 ക്വസ്റ്റ്യൻ. 2 ലക്ഷം രൂപ എനിക്ക് അയച്ചു തന്നായിരുന്നു അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ പൈസ എടുത്ത് എന്റെ വീടിന്റെ സൈഡ് ഞാനങ്ങ് കെട്ടി. ഇപ്പൊ എന്നാണെന്ന് അറിയത്തില്ല, ഒരാഴ്ചയായിട്ട് ഈ സൈഡ് അങ്ങ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ബലമായ സംശയം, കാരണം ഞങ്ങൾക്ക് വീടിന് ചുറ്റി ശത്രുക്കളുണ്ടേ, അവരിനി ശത്രുദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചേക്കുന്നതാണോ, ഇനി എന്തെങ്കിലും ബാധയാണോ, ആവാഹനങ്ങളാണോ? ഭയങ്കര ടെൻഷൻ. വീട്ടിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. അല്ല, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഭയങ്കര കോൺട്രാക്ടർമാരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് എന്റെ ഒരു 750ഓളം സ്ക്വയർ ഫീറ്റോളം വീടാണല്ലോ. നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സിമെന്റ് ഏതാ ഉപയോഗിച്ചത്? പാട്ട് പാടാൻ ആർക്കും താല്പര്യമില്ല. അഭിഷേക് ഒരു പാട്ട് ലിറിക്സ് ഇട്ടോട്.
നമ്മള് മ്യൂസിയം എല്ലാം പോയിട്ട് വന്ന് അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണി പുറത്തേക്ക് നോക്കിയിരുന്നു, എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് ടീച്ചർ പഠിക്കാൻ പറഞ്ഞു, അപ്പോൾ ഉണ്ണി പുറത്തേക്ക് നോക്കിയിരുന്നു. അത് ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ണുകൊണ്ടല്ല, തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറഞ്ഞ അതല്ല, പഠിക്കാൻ കുസൃതി ചോദ്യമല്ലേ? പുറത്തോട്ട് നോക്കിയിരുന്നു. പുറത്തോട്ട് നോക്കിയിരുന്നു. ഉണ്ണീരുടെ അടുത്ത് പറഞ്ഞ പരീക്ഷയ്ക്ക് പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഉണ്ണീരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ബെഞ്ചുണ്ട്, അല്ല, പരീക്ഷ എടുത്ത് പഠിക്കാൻ പറഞ്ഞു, പക്ഷെ ഉണ്ണീരുടെ അടുത്തല്ലല്ലോ പറഞ്ഞു. നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ഉണ്ണിയുടെ അടുത്ത് തന്നെ പറഞ്ഞത്. ടീച്ചർ ഉണ്ണിയുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു, അപ്പോൾ ഉണ്ണി പുറത്തേക്ക് നോക്കിയിരുന്നു, കാരണം എന്ത്? ബുക്കില്ല. ഇല്ല. ഉണ്ണീരുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു, ഉണ്ണി പുറത്തേക്ക് നോക്കി. കാരണം പുറത്താണ്. ഒരു ക്ലൂ തരാം. ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഉണ്ണി പുറത്തേക്ക് നോക്കിയിരുന്നത്. എന്താണ് ആ കാര്യം? നോക്കി പഠിക്കാനാണ്. പുറത്ത് നോക്കി പഠിക്കാനല്ല, കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. പഠിക്കാൻ പറഞ്ഞു, ഉണ്ണി പുറത്തേക്ക് നോക്കി. ടൈമൗട്ടായി. പുറത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ആൻസർ? അടിപൊളിയല്ലേ? സ്വന്തം രീതി. ഞാൻ തന്നെ. കടുപ്പ ക്വസ്റ്റ്യൻ കുറെ ചിന്തിച്ചല്ലേ ചേച്ചി. പിന്നല്ല. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദോശ ഉണ്ടാക്കുന്ന മരം ഏതാണ്? ദോശ ഉണ്ടാക്കുന്ന മരം ഏതാണ്? ദോശ ഉണ്ടാക്കുന്ന മരം. ദോഷം. ദോശം അല്ല, ദോശ. ദോശ. ദോശ ഉണ്ടാക്കുന്ന മരം. ഏത് മരം? പക്ഷേ ദോശ ഉണ്ടാക്കുന്ന മരം. ദോശ ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ദോശ ഉണ്ടാക്കുന്ന മരം. രണ്ടക്ഷരമേ ഉള്ളൂ. ലാവ. ആൻസറിന്റെ അടുത്ത് എത്തി. ദോശ. മാവ് കറക്റ്റ് ആൻസർ. എന്താ പേര്? അജിത്ത്. സൈഡില് ആ തട്ടേ ചുറ്റിക്കുന്ന ഒരു കുടമുണ്ടോ? കണ്ടോ? എവിടെ? അത് എടുക്കുക. ഇതോ അത് എടുക്കുക. ഇത് പട്ട ചുറ്റാൻ കുടമായിരുന്നു. എടുക്ക. എന്നിട്ട് അതിനകത്ത് കൈയിടുക. ഏതാ നാള്? എന്റെ നാള് മൂലം. അല്ല, വലത്തൊക്കെ ഇടുക. അതിങ്ങ് എടുക്കുക. എന്തിനാണ് ഈ പസ്മ നമ്മുടെ വാരി തിന്നുന്നത്? ഭസ്മം വാരി തിന്നാൽ നമുക്ക് ഇതുണ്ടാവുമോ? ശക്തി ഉണ്ടാവുമോ? എന്താ സംഭവം? എന്തായിരുന്നു? ഭസ്മല്ല, ഷുഗർ താന്ന് പോയി പഞ്ചാര എടുത്ത് വെച്ചേക്കുന്നത്. അത് ശരി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനാണോ വെള്ളത്തിരി ഉണ്ടാക്കുന്നത്, അതോ നിങ്ങളാണോ വെള്ളത്തിരി നടത്തുന്നത്? അജിത്ത്. അപ്പോൾ അജിത്താണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എത്തിയപ്പോഴാണ് അജിത്ത് ഇച്ചിരി ആക്റ്റീവ് ആയത്, സത്യം. ഇനി പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ലീഡ് ചെയ്ത് നിൽക്കുന്നതാരാ? ഗൗരീഷ്. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി പത്താമത്തെ ചോദ്യം, കടയിൽ കിട്ടാത്ത മാവ് ഏതാണ്? കടയിൽ കിട്ടാത്ത മാവ്. മാവ്. മാങ്ങയുടെ മാവ്. മാവ്. അല്ല, കടയിൽ കിട്ടാത്ത മാവ്. ഇത് എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കുള്ള മാവാണ്. ഊഷ്മാവല്ല, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കുള്ള ഒരു മാവാണ്. 9ഉം 10ഉം ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഗൗരീഷാണ്. അപ്പോൾ ഇന്നത്തെ ഇൻഷോർജ് പ്രോഗ്രാമിന്റെ വിജയ് ആരാ? അപ്പൊ വിജയ്ക്ക് വേണ്ടി അഭിഷേക് ഒരു പാട്ട് പാടോ? ഇൻഷോർജ് പ്രോഗ്രാമിന്റെ വിജയിയായ ഗൗരീഷിന് BMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഒരു സ്നേഹോപകാരം. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല.
അടിപൊളിയായിരുന്നു. വളരെ നല്ല പ്രോഗ്രാം. നല്ല പ്രോഗ്രാം. വളരെ നല്ല പ്രോഗ്രാം. വളരെ നല്ല പ്രോഗ്രാം. കുറച്ചുകൂടെയൊക്കെ വേർഡ്സ് കയറ്റി കിട്ടി പറഞ്ഞു. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.